ഒരു സംവിധാനം ഉണ്ടാക്കി. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സഹോദരങ്ങളെ, നൂറുൽ ഖുർആൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അവസാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ 106-ാമത്തെയും 107-ാമത്തെയും ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ 106, 107 ആയത്തുകളിൽ അടങ്ങിയ പാരായണ വ്യാകരണ നിയമങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തിരുന്നത്. ഇനി ആ ആയത്തുകളിൽ അടങ്ങിയ ആശയങ്ങളെക്കുറിച്ചാണ്, അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആയത്തുകൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. വല്ല ആയത്തിനെയും നാം നീക്കം ചെയ്യുകയോ അതിനെ വിസ്മരിപ്പിക്കുകയോ ചെയ്യുന്നതായാൽ അതിനേക്കാൾ ഉത്തമമായതിനെയോ അതുപോലെയുള്ളതിനെയോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്? നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധികാരമുള്ളതെന്ന്? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല, ഒരു സഹായകനുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നസ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്ത്. ഒരു ആയത്തിനെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക, അതിനാണ് നസ്ഖ് ചെയ്യുക, ഒരു ആയത്തിനെ നസ്ഖ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആനിലെ നസ്ഖ് എന്ന കാര്യം. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ അടങ്ങിയ നിയമത്തെ ദുർബലപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ആ ആയത്തിനെ തന്നെ ദുർബലപ്പെടുത്തുകയോ എന്നിട്ട് അതിന് പകരമായിക്കൊണ്ട് അതുപോലെയുള്ള ഒരായത്ത് അല്ലെങ്കിൽ അതിന് പകരമായി അതിനേക്കാൾ നല്ല ഒരു ആയത്ത്, കുറച്ചുകൂടി ഹൈറായിട്ടുള്ള ഒരു ആയത്ത് അള്ളാഹു കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അത് വിമർശിക്കപ്പെടേണ്ടതായിട്ടൊന്നും തന്നെയില്ല. മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്ത് അത് അവതരിപ്പിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആയത്തിലെ നിയമങ്ങൾ
ആ സമയത്ത് അത് അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ബാധകമാണെങ്കിലും പിന്നീട് പരിതസ്ഥിതികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് അതിന് പകരമായി മറ്റൊരു ഹുക്മ് അല്ലെങ്കിൽ മറ്റൊരു നിയമം അള്ളാഹു അവതരിപ്പിക്കുന്നു അതേ വിഷയത്തിൽ തന്നെ. അതുകൊണ്ട് നേരത്തെ അവതരിപ്പിച്ച നിയമം ഇനി മുതൽ നിങ്ങൾക്കത് ബാധകമാകുന്നില്ല. ഇനി മുതൽ ഇതാകുന്നു നിങ്ങളുടെ നിയമം, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ നെസ്ഖുമായി പറയുമ്പോൾ സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നെസ്ഖുമായി പറയുമ്പോൾ നെസ്ഖിനെ കുറിച്ച് വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നെസ്ഖിനെ സംബന്ധിച്ച് എന്താണ് യഥാർത്ഥത്തിൽ നെസ്ഖ് എന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലാതെയുമൊക്കെ മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെസ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ വിവരണത്തിൽ അതിന്റെ മുഖവുരയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായും നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചു വായിക്കുക, മനസ്സിലാക്കുക. എന്താണ് യഥാർത്ഥത്തിൽ നെസ്ഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നു, വളരെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഖണ്ഡന മണ്ഡനങ്ങൾക്കും ഇടയായിട്ടുള്ള ഒരു വിഷയമാണ് ഖുർആൻ വ്യാഖ്യാനത്തിൽ നെസ്ഖിന്റെ വിഷയം. മുൻഗാമികൾ ഈ വാക്കിന് നൽകി വരുന്ന അർത്ഥങ്ങളും പിൻഗാമികൾ അതിന് നൽകിയ നിർവചനങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിനുള്ള പ്രധാന കാരണം. നീക്കം ചെയ്യുക, പകർത്തുക എന്നൊക്കെയാണ് നെസ്ഖ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം. ഒരു ഗ്രന്ഥത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തി എഴുതുന്നതിനും തണൽ വെയിലിനെ നീക്കുന്നതിനുമെല്ലാം നെസ്ഖ് എന്ന് പറയാറുള്ളത് ഈ അർത്ഥത്തിലാണ്. ഒരു അംഗീകൃതമായ രേഖ മുഖേന മുമ്പുള്ള ഒരു മതനിയമം നീക്കം ചെയ്യുക അഥവാ അതിനെ ദുർബലപ്പെടുത്തുക. റഫഉ ഹുക്മു ശർഈൻ ബിദലീലിൻ ശർഈൻ, അതായത് ഒരു അംഗീകൃതമായ രേഖ മുഖേന മുമ്പുള്ള ഒരു മതനിയമം നീക്കം ചെയ്യുക അഥവാ അതിനെ ദുർബലപ്പെടുത്തുക എന്നിങ്ങനെയുള്ള ഒരു സാങ്കേതിക അർത്ഥത്തിലാണ് പിൻഗാമികൾ നെസ്ഖ് ഉപയോഗിച്ചു വരുന്നതും കൈകാര്യം ചെയ്യുന്നതും. ദുർബലപ്പെടുത്തപ്പെട്ട നിയമത്തിനും അതിന്റെ ലക്ഷ്യത്തിനും മൻസൂഖ് എന്നും ദുർബലപ്പെടുത്തുന്ന പുതിയ രേഖക്കും അതിലെ വിധിക്കും നാസിഖ് എന്നും പറയപ്പെടുന്നു. വിശദീകരണ വേളയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും കാണാമെങ്കിലും ഈ നിർവചന പ്രകാരം ഖുർആനിൽ നെസ്ഖിന് വളരെ തുച്ഛം ഉദാഹരണങ്ങളല്ലാതെ ലഭിക്കുവാനില്ല. എന്നാൽ സ്വഹാബികൾ, താബിഈങ്ങൾ തുടങ്ങിയ മുൻഗാമികളുടെ പ്രസ്താവനകൾ പരിശോധിക്കുന്നതായാൽ നീക്കം ചെയ്യുക, അൽ ഇസാലത്ത് എന്ന ഭാഷാർത്ഥത്തിലാണ് അവർ ആ വാക്ക് ഉപയോഗിച്ചിരുന്നതെന്ന് കാണാം. ഈ അർത്ഥമാകട്ടെ കൂടുതൽ വിശാലവും വ്യാപകവുമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പ്രവർത്തനകാലം അവസാനിച്ചിട്ടുള്ളതായി അറിയിക്കുക. ഒരു വാക്കിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥമല്ല അവിടെ യഥാർത്ഥ ഉദ്ദേശമെന്ന് കാണിക്കുക. ഒരിടത്ത് ഏതെങ്കിലും ഉപാധിയോടുകൂടി പറയപ്പെട്ട ഒരു നിയമത്തിന് ആ ഉപാധി ഉണ്ടായിരിക്കൽ നിർബന്ധമില്ലെന്ന് കാണിക്കുക. സാമാന്യമായി പ്രസ്താവിക്കപ്പെട്ട ഒരു ലക്ഷ്യം കൊണ്ട് ഉദ്ദേശം ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും പതിവുകളെ നീക്കം ചെയ്യുക എന്നിങ്ങനെയുള്ള പല അർത്ഥങ്ങളിലും അവർ നെസ്ഖ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ആകയാൽ മുൻഗാമികളുടെ അർത്ഥം അനുസരിച്ച് ഖുർആനിൽ നെസ്ഖിന്റെ വൃത്തം വലുതായിത്തീരുന്നു. നൂറുകണക്കിന് ആയത്തുകൾ മൻസൂഖുകളുടെ ഇനത്തിൽ ഉൾപ്പെട്ടതായി മുൻഗാമികളിൽ ചിലർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എണ്ണിക്കാണുന്നതിന്റെ രഹസ്യം ഇതാണ്. ഈ വാസ്തവം മനസ്സിലാക്കാത്തവർ ആ ഗ്രന്ഥങ്ങളുടെ നേരെ പുച്ഛഭാവം ഉൾക്കൊള്ളുന്നത് കാണാം. ഹിജ്റ 118 കാലഗതി പ്രാപിച്ച ഖതാദ, 3-ാം നൂറ്റാണ്ടുകാരനായ അബൂ ഉബൈദ്, അബൂ ദാവൂദ്, അബൂ ജാഫർ നഹാസ്, 6-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നുൽ ജൗസി തുടങ്ങിയ മുതലായ പലരും ഈ വിഷയകമായി പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നെസ്ഖിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ച വളരെ വലുതാണ്. ഈ നെസ്ഖുമായി ബന്ധപ്പെട്ട ചർച്ചകളില് മുൻഗാമികൾ നെസ്ഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ വൃത്തം വളരെ വലുതായിരുന്നു എന്നർത്ഥം. പല ഒരു വാക്കിന് പ്രത്യക്ഷത്തിലുള്ള അർത്ഥത്തിൽ അല്ല മറ്റൊരു അർത്ഥമാണെന്ന് കാണിക്കുന്ന ആയത്ത്,
അതല്ലെങ്കിൽ ഒരിടത്ത് ഏതെങ്കിലും ഉപാധിയോടുകൂടി പറയപ്പെട്ട ഒരു നിയമം ആ ഉപാധി ഉണ്ടായിരിക്കൽ നിർബന്ധമില്ലെന്ന് കാണിക്കും. ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഉൾപ്പെട്ടതാകുന്നു നസ്ഖ് എന്നാണ് മുൻഗാമികൾ പറഞ്ഞിരുന്നത്. എന്നാൽ പിൻഗാമികളായ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകൃത രേഖ മുഖേന മുൻപുള്ള ഒരു നിയമത്തെ നീക്കിയിട്ട് അതിന് പകരം മറ്റൊരു നിയമം കൊണ്ടുവരാം. ഈ അർത്ഥത്തിലാണ് പിൻഗാമികൾ നസ്ഖിനെ ഉപയോഗിച്ചു വന്നിട്ടുള്ളത് എന്നാണ്. ഇവിടെ ചുരുക്കത്തില് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്, എത്ര മാത്രം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അല്പമൊന്ന് ചർച്ച ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ അദ്ദേഹം തുറന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, മേൽ പറഞ്ഞ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ പലർക്കും അബദ്ധം പിണയാറുണ്ട്. നസ്ഖിന് പിൻഗാമികൾ കൽപ്പിച്ചു വരുന്ന നിർവചനങ്ങളിലൂടെ മാത്രം അതിനെ പരിചയപ്പെടുകയും അതോടൊപ്പം മേൽക്കണ്ട മഹാന്മാരുടെ പ്രസ്താവനകൾ കാണുകയും ചെയ്യുന്നതിന്റെ ഫലമായി ഖുർആനിൽ എത്രയോ ആയത്തുകളുടെ വിധികൾ ദുർബലപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പലരും ധരിച്ചു വശാവുകയും അതുവഴി നിരവധി ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന മതവിധികളും തത്വങ്ങളും അവഗണിക്കുവാൻ ഇടയാവുകയും ചെയ്തിരിക്കുന്നു. ചില തഫ്സീർ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഈ വസ്തുത വ്യക്തമാകുന്നതാണ്. ശത്രുക്കൾക്ക് മാപ്പ് നൽകുവാനും വിട്ടുവീഴ്ച കൈക്കൊള്ളുവാനും നിർദ്ദേശിക്കുന്ന ആയത്തുകൾ കാണുന്നിടത്തെല്ലാം അവ യുദ്ധത്തിന്റെ ആയത്തുകൾ മുഖേന മൻസൂഖാണ് എന്നും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ശക്തിയായ ഭാഷയിൽ ഊന്നി പറയുന്ന ആയത്തുകൾ കാണുമ്പോൾ അവ സക്കാത്തിന്റെ ആയത്തുകളാൽ മൻസൂഖാണ് എന്നും ചിലർ വിധി കൽപ്പിക്കാറുള്ളത് ഇതിന് ഉദാഹരണമത്രേ. വാസ്തവത്തിൽ ഇതൊന്നും തന്നെ മൻസൂഖുകളിൽ പെട്ടതല്ല, മുഹ്കമുകളിൽ പെട്ടതാകുന്നു. ഇവിടെ ശത്രുക്കൾക്ക് മാപ്പ് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വിട്ടുവീഴ്ച കൈക്കൊള്ളുവാൻ നിർദ്ദേശിക്കുന്ന ആയത്തുകളുണ്ട്. പക്ഷെ യുദ്ധത്തിന്റെ ആയത്തുകൾ മുഖേന അത് മൻസൂഖാകുന്നു എന്ന് പറയപ്പെട്ടത് യഥാർത്ഥത്തിൽ അതിലുള്ള ആ വിധികൾ പാടെ ശത്രുക്കൾക്ക് മാപ്പ് നൽകുക എന്ന വിധിയെ പാടെ ദുർബലമാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ശക്തിയായ ഭാഷയിൽ ഊന്നിപ്പറയുന്ന ആയത്തുകൾ കാണുമ്പോൾ സക്കാത്തിന്റെ ആയത്തുകൾ പിന്നീട് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള ശക്തമായ നിർദ്ദേശം ഖുർആൻ നൽകുന്നില്ല. അത് ഇതുവഴി സക്കാത്തിന്റെ ആയത്തുകൾ വഴി മൻസൂഖായിട്ടുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നത് ഈ വാസ്തവം മനസ്സിലാക്കാതെയാണ്. അങ്ങനെയല്ല. അപ്പോ ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും യഥാർത്ഥത്തിൽ മൻസൂഖുകളിൽ പെട്ടതല്ല, മുഹ്കമുകളിൽ പെട്ടത് തന്നെയാകുന്നു എന്നാണ്. മുഹ്കം എന്ന് പറഞ്ഞാൽ മുതശാബിഹിന്റെ നേരെ എതിരിൽ പറഞ്ഞ മുഹ്കം എന്ന അർത്ഥത്തിലല്ല, മൻസൂഖ് എന്നതിന്റെ നേരെ എതിരിനും മുഹ്കം എന്ന് പറയാറുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആയത്തുകളാകുന്നു യഥാർത്ഥത്തിൽ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് നിലവിലുള്ള ഒരു നിയമം നീക്കം ചെയ്ത് പകരം വേറെ ഒരു നിയമം നടപ്പിലാക്കുന്നത് കേവലം യുക്തിപരമല്ലെന്നും ഏറ്റവും വലിയ യുക്തിമാനും സർവജ്ഞാനിയുമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ലെന്നുമുള്ള നിഗമനത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ ഖുർആനിൽ നസ്ഖ് നിന്ന് തീരെ ഇല്ലെന്ന് ധരിക്കുകയും അങ്ങനെ വാദിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഒരു കൂട്ടർ എല്ലാം നസ്ഖ് ചെയ്യപ്പെട്ടു എന്നും വേറൊരു കൂട്ടർ തീരെ നസ്ഖ് എന്നതില്ല എന്ന രണ്ട് അറ്റങ്ങളിലേക്ക് പോകുന്ന നിലപാടുകളിൽ യഥാർത്ഥത്തിൽ പലരും ചെന്നുപെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ സ്വഹാബികൾ അടക്കമുള്ള മുൻഗാമികൾ കൽപ്പിച്ചിരുന്ന വിപുലാർത്ഥത്തിലുള്ള നസ്ഖ് ഖുർആനിൽ ഉണ്ടായിരിക്കുന്നത് യുക്തിഹീനമല്ല, സ്വാഭാവികം മാത്രമാകുന്നു. ഇതുപോലെ തന്നെ ഒരു നിയമത്തിന് ആസ്പദമായിരുന്ന താൽക്കാലികമായ ഒരു തത്വത്തിന്റെ അഭാവത്തിൽ ആ തത്വം കാലഹരണപ്പെട്ടു പോയതിനാൽ തൽസ്ഥാനത്ത് കൂടുതൽ യുക്തമായ മറ്റൊരു നിയമം സ്ഥിരപ്പെടുത്തുക എന്നുള്ളതും മനുഷ്യവംശത്തിന്റെ ബുദ്ധിപരവും സാമൂഹികവുമായ പക്വതയും പാകതയും പൂർത്തിയാവും മുമ്പ് അതത് കാലത്തിനനുസരിച്ച് പൂർവ്വഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്ന അനുഷ്ഠാന നിയമങ്ങൾ മാറ്റി പകരം കൂടുതൽ യുക്തമായ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും ആവശ്യമാണെന്ന് പറയേണ്ടതില്ല. നസ്ഖിന് മുൻഗാമികൾ കൽപ്പിച്ചിരുന്ന അർത്ഥമനുസരിച്ച് ഇതെല്ലാം നസ്ഖിന്റെ ഇനത്തിൽ ഉൾപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് നമ്മളിപ്പോൾ ഓതിവെച്ച ആയത്ത് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുകയാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരി മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ വൈദാ ബദ്ദൽനാ ആയത്തൻ മകാന ആയത്തിൻ വല്ലാഹു അഅലമു ബിമാ യുനസ്സിലു ഖാലു ഇന്നമാ അൻത മുഫ്തർ ബൽ അക്സറുഹും ലാ യഅലമൂൻ എന്ന സൂറത്തുൻ നഹ്ലിലെ 101ാമത്തെ ആയത്ത്. ഈ രണ്ട് ആയത്തുകളുടെയും അർത്ഥം, ഒന്നാമത്തെ ആയത്ത് നമ്മൾ ഇവിടെ ഓതിവെച്ച ആയത്ത്
നാം വല്ല ആയത്തുകളും നസ്ഖ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് വിസ്മരിച്ചു കളയുകയോ ചെയ്യുന്ന പക്ഷം അതിനേക്കാൾ ഉത്തമമോ അതുപോലെയുള്ളതോ ആയ മറ്റൊന്നിനെ നാം കൊണ്ടുവരുന്നതാണ്. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ. അതുപോലെ സൂറത്തു നഹ്ലിലെ ആയത്തിൽ ഇതേ ആശയം പഠിപ്പിക്കുന്ന ആയത്തിൽ വൈദാ ബദ്ദൽനാ ആയത്തൻ മകാന ആയത്തിൻ, ഒരു ആയത്തിന്റെ സ്ഥാനത്ത് നാം വേറൊരു ആയത്ത് പകരമാക്കുന്നതായാൽ അള്ളാഹു ആവട്ടെ താൻ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവനാകുന്നു. അവർ പറയും, നീ കെട്ടിപ്പറയുന്നവൻ മാത്രമാകുന്നു. ഇന്നമാ അൻത മുഫ്തറുൻ എന്ന് അവർ പറയും, കെട്ടിപ്പറയുന്നവൻ മാത്രമാകുന്നു. പക്ഷേ അവരിൽ അധികം ആളും അറിയുന്നില്ല. അപ്പോ ഒരു നസ്ഖുമായി ബന്ധപ്പെട്ട ഒരായത്ത് എന്തുകൊണ്ട് അള്ളാഹ് അങ്ങനെ ആയത്ത് ഇടക്കിടക്ക് മാറ്റി പറയുന്നത്? ഇപ്പൊ ഒരു നിയമം, കുറച്ചു കഴിഞ്ഞാൽ മറ്റൊരു നിയമം എന്നൊക്കെ എന്തുകൊണ്ട് പറയുന്നു? അത് യുക്തിയല്ല, യുക്തിമാനായ എല്ലാം അറിയുന്നവനായ അള്ളാഹുവിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നസ്ഖ് എന്ന സംഭവത്തെ പാടെ വിമർശിക്കുകയും അങ്ങനെ ഖുർആനിൽ നസ്ഖുണ്ടെങ്കിൽ ആ ഖുർആൻ ശരിയല്ല, അത് ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി ചില പലരും ശത്രുക്കളും അതുപോലെ മറ്റുള്ളവരും വിമർശകരും അതുപോലെ ഖുർആനിനെ വേണ്ടവിധം മനസ്സിലാക്കാത്തവരും അതല്ലെങ്കിൽ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം പഴുതുകൾ അന്വേഷിച്ച് നടക്കുന്നവരുമായിട്ടുള്ള ആളുകൾ പലപ്പോഴും അത് അന്വേഷിച്ച് ഈ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ളത് അതിനുശേഷമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് മനസ്സിലാക്കാൻ സാധിക്കും. തൗറാത്തിലെ ചില അനുഷ്ഠാന ക്രമങ്ങൾ ഖുർആൻ മുഖേന ദുർബലപ്പെടുത്തി പകരം കൂടുതൽ യുക്തമായ അനുഷ്ഠാന ക്രമങ്ങൾ ഖുർആൻ നടപ്പാക്കിയതിനെയും താൽക്കാലിക പരിതസ്ഥിതികൾക്കനുസരിച്ച് നിശ്ചയിക്കപ്പെടുന്ന ചില നിയമങ്ങൾക്ക് പകരം സ്ഥിരവും ശാശ്വതവുമായ മതവിധി സ്ഥാപിക്കുന്നതിനെയും എടുത്തു പൊക്കിക്കൊണ്ട് യഹൂദികൾ മുതലായ ഇസ്ലാമിന്റെ വൈരികൾ ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തൊടുത്തുവിട്ടിരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയായിട്ടാണ് ആദ്യത്തെ വചനം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് സ്മരണീയമാകുന്നു. നസ്ഖിന്റെ നിർവചനത്തിലും ഖുർആനിൽ നസ്ഖ് വരുന്ന കാര്യത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു കസീർ ഇപ്രകാരം പറയുന്നു: അള്ളാഹുവിന്റെ ഹുക്കുമുകളിൽ നസ്ഖ് വരികയെന്നത് അതിൽ യുക്തിസഹമായ തത്വം ഉൾക്കൊള്ളുന്നത് കൊണ്ട് ജായിസാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും ഏകാഭിപ്രായക്കാരാകുന്നു. ഖുർആനിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരുമാണ് അവരെല്ലാവരും. ഖുർആൻ വ്യാഖ്യാതാവായ അബൂ മുസ്ലിം ഇസ്ഫഹാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായുള്ള അഭിപ്രായങ്ങൾ പലതും വെച്ചു പുലർത്തുന്ന ഒരു വ്യാഖ്യാതാവാണ്. നസ്ഖിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മറ്റൊരു അഭിപ്രായമാണുള്ളത്. അപ്പോൾ അബൂ മുസ്ലിം ഇസ്ഫഹാനി പറയുന്നത് ഖുർആനിൽ നസ്ഖിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ലെന്നാണ്. ഖുർആനിൽ നസ്ഖ് എന്നുണ്ടാവാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് അബൂ മുസ്ലിം ഇസ്ഫഹാനി. അദ്ദേഹത്തിന്റെ ഈ വാദം ദുർബലവും തള്ളപ്പെട്ടതും ബാലിശവുമാണ്. ഖുർആനിൽ വന്നിട്ടുള്ള നസ്ഖുകൾക്ക് മറുപടി പറയാൻ അദ്ദേഹം വളരെ പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ സൂറത്ത് അൽ ബഖറയിലെ 240-ാമത്തെ ആയത്തില് ഭർത്താവ് മരണപ്പെട്ട ഭാര്യ ഒരു കൊല്ലം ഇദ്ദ ആചരിക്കണമെന്നാണ് നിയമം. എന്നാൽ അതേ സൂറത്തുൽ ബഖറയിലെ 234-ാമത്തെ ആയത്തിൽ അത് 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണമെന്ന നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് 1 വർഷം എന്നുള്ള ഒരു സ്ത്രീ, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദ ആചരിക്കേണ്ടത് 1 വർഷം എന്നായിരുന്നു. എന്നാൽ പിന്നീട് സൂറത്തുൽ ബഖറയിലെ 234-ാമത്തെ ആയത്ത് കൊണ്ട് ആ ആയത്തിലെ നിയമം കൊണ്ട് അത് നസ്ഖ് ചെയ്തു. ആദ്യത്തെ ആയത്തിലെ നിയമത്തെ അതിനെ നസ്ഖ് ചെയ്യുകയുണ്ടായി. ഇതിന് അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം സ്വീകാര്യമായ മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായിരുന്നതിന് ശേഷം കഅബയെ ഖിബലയാക്കിയതും നസ്ഖിൽപ്പെട്ടതാണ്. അതിനും അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ആദ്യം മുസ്ലിങ്ങളെ ഖിബലയായി സ്വീകരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു അത് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആദ്യമുണ്ടായിരുന്ന ആ നിയമത്തെ ഈ നിയമം കൊണ്ട് നസ്ഖ് ചെയ്യപ്പെട്ടത്. അതുപോലെ യുദ്ധത്തിൽ അവിശ്വാസികളായ 10 പേരോട് ഒരു മുസ്ലിം എന്ന കണക്കിൽ മുസ്ലിങ്ങൾ ക്ഷമിച്ചു നിൽക്കേണ്ടതെന്നുള്ള കൽപ്പന 2 പേരോട് ഒരാൾ ക്ഷമിച്ചു നിന്നാൽ മതിയാകുമെന്ന് 10 പേർ എന്നുള്ള ആദ്യത്തെ നിയമത്തെ 2 പേർ എന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റുകയുണ്ടായി. അത് സൂറത്തുൽ അൻഫാലിലെ 65-ാമത്തെയും 66-ാമത്തെയും ആയത്തുകളിൽ അത് കാണാൻ സാധിക്കും. ആയത്തുകൾ ഓതാൻ സമയം കുറവ് കാരണം ഞാൻ ആയത്തുകൾ ഓതുന്നില്ല.
ഈ ഒടുവിൽ കാണിച്ച ഉദാഹരണത്തിൽ മാത്രമല്ല, ഇങ്ങനെ 10 പേർക്ക് പകരം 2 പേർക്ക് ഒരാൾ ക്ഷമിച്ചു നിന്നാൽ മതി എന്ന നിയമം അൽ ആന ഖഫഫല്ലാഹു അൻകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ലഘൂകരണം നൽകിയിരിക്കുന്നു എന്ന മുഖവരിയോട് കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്ക് ലഘൂകരണം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ നിയമം മറ്റൊന്നായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു പുതിയ നിയമം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ നിയമങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളെ ദുർബലപ്പെടുത്തുകയും അതിന് പകരം അതിനേക്കാൾ ഹൈറായിട്ട് അത് വിശ്വാസികൾക്ക് പുതിയൊരു നിയമത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാനിട്ടല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ പ്രായോഗികമായ ജീവിതത്തെ നേരിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, പൂർവ്വ വേദങ്ങളും അപ്രകാരം തന്നെ. ഒരു സമൂഹത്തിന്റെ, ജീവിക്കുന്ന സമൂഹത്തിന് ചില കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ആ ചില നിയമങ്ങൾ ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നിയമങ്ങളായിരിക്കാം. ആ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളെ തന്നെ അവതരിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ ഉണ്ടാകുന്ന പ്രായോഗികമായ വിഷമങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവർക്കത് മനസ്സിലാകുമ്പോൾ തന്നെ അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു നിയമത്തെ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ചില കാര്യങ്ങൾ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വിശുദ്ധ ഖുർആനിനോട്, അള്ളാഹുവിന്റെ നിയമങ്ങളോട് അതിനെ സ്വീകരിക്കുവാൻ ഒരു വിരക്തി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വിരോധമുണ്ടായിത്തീരും എന്നുള്ള കാരണത്താൽ പല നിയമങ്ങളും ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ മദ്യനിരോധനം. മദ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആയത്തുകളിൽ പറഞ്ഞത്, മദ്യത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ യസ്അലൂനക അനിൽ ഖംറി വൽ മൈസരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട് അതിൽ, എന്നാൽ ഉപദ്രവമാണ് അതിൽ കൂടുതലുള്ളത് എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. പിന്നീടാണ് നമസ്കാരത്തിൽ, നിങ്ങൾ നമസ്കാരത്തിലായിരിക്കെ ലാ തഖറബു സ്വലാത്ത വ അൻതും സുകാറ, നിങ്ങൾ മദ്യപാന്മാരായിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത് എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നീടാണ് പൂർണ്ണമായും ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ആയത്തിലൂടെ നിങ്ങൾ അത് നിങ്ങൾ പൂർണ്ണമായും വിരമിക്കുന്നില്ലേ എന്ന ചോദ്യത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും നിഷിദ്ധമാക്കുന്നത്. അപ്പോൾ അവസാനത്തെ ആയത്ത് വഴി ആദ്യത്തെ ആയത്തുകളിൽ അടങ്ങിയ കാര്യം അതിനെ ദുർബലപ്പെടുത്തുന്നു. അപ്പോൾ നമസ്കരിക്കുമ്പോൾ മദ്യപിക്കാൻ പാടില്ല, നമസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിൽ അത് വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് വിരോധമില്ല എന്ന തരത്തിലാണ് ആദ്യത്തെ ആയത്തുള്ളത്. എന്നാൽ അതിലെ നിയമം പിന്നീടുള്ള നിയമം വഴി അതിനെ ദുർബലപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ദുർബലപ്പെടുത്തുന്നതിന് പ്രായോഗികമായ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നസ്ഖ് തീരെ ഇല്ല എന്ന് വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നസ്ഖ് ഉണ്ടാവുക എന്നതാണ് യുക്തി, നസ്ഖ് ഇല്ലാതിരിക്കുക എന്നതല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ കൃത്യമായും അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെടാനുള്ളതാണ് എന്നുള്ളത് കൊണ്ടാകുന്നു ഇത്തരത്തിലുള്ള നസ്ഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമങ്ങളായി ഒരു നിയമത്തെ മാറ്റി മറ്റൊരു നിയമത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ എന്ന സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത്, 284-ാമത്തെ ആയത്ത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് വെളിവാക്കിയാലും അത് മറച്ചുവെച്ചാലും അള്ളാഹു അതിനെക്കുറിച്ച് നിങ്ങളെ വിചാരണ നടത്തും എന്ന വചനം അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് സാധ്യമല്ലാത്ത കാര്യം ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടപ്പെട്ടുവെന്നും തിരുമേനി അവരോട് അതിനെപ്പറ്റി ഗുണദോഷിക്കുകയും അവർ സമാധാനപ്പെടുകയും ഉണ്ടായെന്നും പിന്നീട് അൽ ബഖറയിലെ അവസാനത്തെ വചനം അവതരിപ്പിച്ചു അതിനെ നസ്ഖ് ചെയ്തുവെന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ഓരോരുത്തരും കഴിവുള്ളതല്ലാതെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ആ ആയത്ത് ഇപ്പോ വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും വ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ എന്ന ആയത്തിലടങ്ങിയ ആശയത്തെ പിന്നീട് വന്ന ആയത്ത് വഴി അതുവഴി അത് ദുർബലപ്പെടുത്തി എന്നുമാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഓരോരുത്തരും കഴിവുള്ളതല്ലാതെ ആരോടും ശാസിക്കപ്പെടുകയില്ലെന്നും മറന്നുകൊണ്ടോ അബദ്ധത്തിലോ ചെയ്തു പോകുന്ന കുറ്റങ്ങൾ പാപങ്ങളല്ലെന്നും ആ വചനത്തിൽ നിന്ന് സ്പഷ്ടമാകുന്നുണ്ട്.
അപ്പോൾ കഴിവിൽപ്പെട്ടതും മറന്നോ അബദ്ധത്തിൽ വന്ന് വശായതുമല്ലാത്ത കുറ്റങ്ങളിലെ ശിക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമായി. ഇതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുവിൻ എന്ന ആയത്തിന്റെ താല്പര്യത്തെ ഫത്തഖുല്ലാഹ മസ്തതഅതും നിങ്ങൾക്ക് സാധ്യമാകും പ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ എന്ന ആയത്ത് കൊണ്ട് നിസ്ഖ് ചെയ്തിരിക്കുന്നുവെന്ന് പറയപ്പെടാറുണ്ട്. ആദ്യത്തെ ആയത്തിന്റെ ഉദ്ദേശം അതിന്റെ ബാഹ്യാർത്ഥം അനുസരിച്ചല്ല, രണ്ടാമത്തെ ആയത്തിൽ വ്യക്തമാക്കപ്പെട്ടതനുസരിച്ചാണ് നിലകൊള്ളുന്നത് എന്നത്രേ ഇതിന്റെ സാരം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആയത്ത് അത് കൂടുതൽ വ്യക്തമല്ല. ഉത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിക്കുവിൻ, അതിന്റെ ഒരു വിശദീകരണമായിക്കൊണ്ട് ഫത്തഖുല്ലാഹ മസ്തതഅതും നിങ്ങൾക്ക് സാധ്യമാകും പ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. അപ്പോ ആദ്യത്തെ ആയത്തിന്റെ ഉദ്ദേശം അതിന്റെ ബാഹ്യാർത്ഥം അനുസരിച്ചല്ല, രണ്ടാമത്തിൽ ആയത്തിൽ വ്യക്തമാക്കപ്പെട്ടത് അനുസരിച്ചാണ് നിലകൊള്ളുന്നത് എന്നത്രേ ഇതിന്റെ സാരം. മുൻഗാമികൾ നസ്ഖിന് കൽപ്പിച്ചിരുന്ന വിശാലാർത്ഥത്തിലാണ് ഇത്തരം സ്ഥാനങ്ങളിലെല്ലാം നസ്ഖ് ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഫത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്നുള്ളത് ഫത്തഖുല്ലാഹ മസ്തതഅതും അതൊരു വിശദീകരണമാണ്. അതിനും മുൻഗാമികൾ നസ്ഖ് എന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിൻഗാമികൾ പറയുന്നത് പോലെ അതിലെ ഒരു നിയമത്തെ ദുർബലപ്പെടുത്തിയിട്ടില്ല. ഫത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്ന് പറയുന്നിടത്ത് ഒരു നിയമത്തെ ദുർബലപ്പെടുത്തുന്നില്ല, പകരം അതിന്റെ ഒരു വിശദീകരണം കുറച്ചുകൂടി ഹൈറായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനെയും യഥാർത്ഥത്തിൽ നസ്ഖിന്റെ പരിധിയിലേക്കാണ് മുൻഗാമികൾ കൊണ്ടുവന്നിരുന്നത് എന്നാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഭാഷാർത്ഥത്തിലുള്ള നസ്ഖിന്റെ ഇനത്തിൽപ്പെട്ട നാസിഖ് മൻസൂഖുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവയിൽ നസ്ഖാണെന്ന് കരുതപ്പെടുന്ന ആയത്തുകൾ അതിലെ മൻസൂഖ് എന്ന് കരുതപ്പെടുന്ന ആയത്തുകളുടെ സാക്ഷാൽ ഉദ്ദേശം വിവരിച്ചു തരികയാണ് ചെയ്യുന്നതെന്ന് കാണാവുന്നതാണ്. ഇതാണ് ഇതിലെ സംഗതികൾ. ചിലത് വിശദീകരണമായിരിക്കും എന്നുള്ളതാണ്. ഒരു വിഷയത്തിൽ സാങ്കേതികാർത്ഥത്തിലുള്ള നസ്ഖ് ഉണ്ടെന്ന് വെക്കണമെങ്കിൽ നാസിഖും മൻസൂഖുമായി ഗണിക്കപ്പെടുന്ന ആയത്തുകളുടെ സാരോദ്ദേശങ്ങൾ തമ്മിൽ ഒരു വിധേനയും കൂട്ടിയോജിപ്പിക്കുവാൻ സാധ്യമല്ലാതിരിക്കണം. അപ്പോ സാങ്കേതികാർത്ഥത്തിൽ പിൻഗാമികൾ പറഞ്ഞ സാങ്കേതികാർത്ഥത്തിലുള്ള നസ്ഖ് ഉണ്ടെന്ന് വെക്കണമെങ്കിൽ ഒരു ഹുക്കുമിന്റെ സ്ഥാനത്ത് മറ്റൊരു ഹുക്കുമ് വരിക എന്നതാണെങ്കിൽ നാസിഖും മൻസൂഖുമായി ഗണിക്കപ്പെടുന്ന ആയത്തുകളുടെ ഉദ്ദേശം അതിന്റെ അർത്ഥത്തിൽ തമ്മിൽ ഒരു വിധേനയും കൂട്ടിയോജിപ്പിക്കുവാൻ സാധ്യമല്ലാതിരിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ നേരത്തെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ഒരു വർഷം ഇദ്ദ ആചരിക്കണം, മറ്റേ ആയത്തിൽ ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ 4 മാസവും 10 ദിവസവും അവൾ ഇദ്ദ ആചരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായും വ്യക്തമായും ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യം കാണുന്നു. അപ്പോൾ ഇങ്ങനെ കൃത്യമായി മറ്റൊരു 2 ആയത്തുകളെ കൂട്ടിയോജിപ്പിക്കുവാൻ ജംഅ് ചെയ്യുവാൻ സാധിക്കാതിരിക്കണം. അതോടുകൂടി നാസിഖായി ഗണിക്കപ്പെടുന്ന ആയത്ത് മറ്റേ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം മാത്രം അവതരിപ്പിച്ചതായിരിക്കണം. അപ്പോ ഏത് നിയമമാണ് രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട ആയത്ത് അതുവഴി ഒന്നാമത് അവതരിപ്പിക്കപ്പെട്ട ആയത്ത് നസ്ഖ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഒന്നാമതായി അവതരിപ്പിച്ചതിന് ശേഷമാണ് രണ്ടാമതായ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് സ്ഥിരപ്പെടണം എന്നർത്ഥം. അങ്ങനെ ഇവിടെ സൂറത്തുൽ ബഖറയിലെ 240-ാമത്തെ ആയത്തിന് ശേഷമാണ് 234-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെയും നമ്മൾ അതിന്റെ ഒരു യുക്തി മനസ്സിലാക്കും. ചില വിചാരിക്കും അപ്പതെന്താണ് ആദ്യം ബഖറയിൽ 234-ാമത്തെ ആയത്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ 240-ാമത്തെ ആയത്ത് നൽകിയിട്ടുള്ളത് എന്ന്. അതെന്താണ് അതിലെ യുക്തി? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഓരോ ആയത്തും എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശപ്രകാരമാണ് അത് നൽകിയിട്ടുള്ളത്. പക്ഷെ അതിലും ഒരു യുക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് ഓതി 234-ാമത്തെ ആയത്ത് അതിലൂടെ ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് 240-ാമത്തെ ആയത്ത് കാണുന്നത്. അവിടെ അതിന് വൈരുദ്ധ്യം കാണുന്നു. അപ്പോൾ ആദ്യം തന്നെ അയാൾക്ക് ലഭിക്കുന്ന ആയത്ത് ശരിയായ അല്ലെങ്കിൽ നസ്ഖ് ചെയ്യപ്പെട്ട ഇപ്പോൾ നിലവിലുള്ള നിയമത്തെക്കുറിച്ചാണ് അയാൾക്ക് ലഭ്യമാകുന്നത്. പിന്നീട് ഒരു ആയത്തോടെ കാണുന്നു, ഇതെന്താ, ഇത് നേരത്തെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ നേരെ തിരിച്ചായിരുന്നെങ്കിലോ 230 ആയത്ത് 1 വർഷം എന്നുള്ളതാണെങ്കിൽ അയാൾ മനസ്സിലാക്കുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ 1 വർഷം ഇത് ആചരിക്കണം എന്നതാണ്. പിന്നീടാണ് യഥാർത്ഥത്തിൽ ഓതുമ്പോഴാണ് പിന്നീട് അയാൾക്ക് ഇത് 4 മാസവും 10 ദിവസവും എന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് ശരിയായ ഹുക്മ് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് അതിന്റെ ഒരു യുക്തിയായി നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ അതുകൊണ്ട് അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ചാണ് വിശുദ്ധ ഖുർആനിലുള്ള ഓരോ ആയത്തുകളും എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ ഈ ഉപാധികൾ ശരിക്കും തിട്ടപ്പെട്ട നെസ്ഖുകൾക്ക് ഉദാഹരണം ഖുർആനിൽ അധികമൊന്നും കാണുകയില്ല. ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഇത്ഖാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നെസ്ഖിനെ പറ്റി വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ സാങ്കേതിക അർത്ഥത്തിലുള്ള മൻസൂഖായ ആയത്തുകളുടെ എണ്ണം ഏതാണ്ട് 20ഓളം മാത്രമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ആ 20-ൽപ്പെട്ട മിക്കതിലും ഈ ഉള്ളവൻ ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു പ്രസ്താവനയോടുകൂടി ഷാ വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹത്തിന്റെ ഫൗസുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ അവ ഓരോന്നും എടുത്തുദ്ധരിക്കുകയും 5 ബാക്കിയുള്ളതിലൊന്നും നെസ്ഖ് ഉള്ളതായി തീർത്ത് പറയുവാൻ നിവൃത്തിയില്ലെന്ന് കാര്യകാരണ സഹിതം വിധി കൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അബൂ മുസ്ലിമിനെതിരായ ഇബ്നു കസീർ ഉദ്ധരിച്ച മേൽക്കണ്ട 3 ഉദാഹരണങ്ങളിൽ ആദ്യത്തേതും അവസാനത്തേതുമാണ് ദഹ്ലവി എണ്ണിയ 5-ൽ 2 സുയൂത്തി കാണിച്ച ഉദാഹരണങ്ങൾ ചർച്ച നടത്തിക്കൊണ്ട് സാങ്കേതിക അർത്ഥത്തിലുള്ള മൻസൂഖാകുന്നില്ലെന്ന് അദ്ദേഹം വിധി കൽപ്പിച്ച കൂട്ടത്തിൽ നാം മേൽ കാണിച്ച 2 ഉദാഹരണങ്ങളും സൂറത്തുൽ ബഖറയിലെ 284 ആല ഇംറാനിലെ 102 വചനങ്ങളും ഉൾപ്പെടുന്നു. ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. 1, ഖുർആനിൽ തീരെ നെസ്ഖ് ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. വിശദീകരണത്തിലും ഉദാഹരണത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെങ്കിലും ഖുർആനിൽ നെസ്ഖ് ഉണ്ടെന്നുള്ളത് തർക്കമറ്റതാകുന്നു. 2, നെസ്ഖ് എന്ന വാക്ക് മുൻഗാമികൾ ഉപയോഗിച്ചിരുന്നത് കുറെ വിശാലമായ അർത്ഥത്തിലായതുകൊണ്ട് അവരുടെ പ്രസ്താവനകളിൽ നെസ്ഖിന്റെ ആയത്തുകൾ പലതും ഉള്ളതായി കണ്ടേക്കും. വാസ്തവത്തിൽ അവ ഇന്നറിയപ്പെടുന്ന സാങ്കേതികാർത്ഥത്തിലുള്ള നെസ്ഖുകളിൽ ഉൾപ്പെട്ടവയല്ല, അഥവാ ഏതെങ്കിലും ഒരു വ്യാഖ്യാനത്തിന്റെ ഇനത്തിൽപ്പെട്ടവയായിരിക്കും. 3, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പിൽക്കാല പണ്ഡിതന്മാർ കൽപ്പിച്ചു വരുന്ന അർത്ഥത്തിലുള്ള നെസ്ഖിന്റെ ആയത്തുകൾ വളരെ കുറച്ചേയുള്ളൂ. മേൽ സൂചിപ്പിച്ച ഉപാധികൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ നെസ്ഖിന്റെ കാര്യം ആലോചന വിഷയമാകുകയുള്ളൂ. ഉപാധികൾ പൂർത്തിയാകുന്നതിലും വ്യാഖ്യാനം നൽകുന്നതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് ഒരു വ്യാഖ്യാതാവ് നാസിഖും മൻസൂഖുമായി കരുതുന്ന ആയത്തുകളിൽ മറ്റൊരു വ്യാഖ്യാതാവ് നെസ്ഖിന്റെ വാദം ശരിവച്ചില്ലെന്ന് വരാവുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഖുർആനിൽ തീരെ നെസ്ഖില്ല എന്ന് പറയുന്നത് ശരിയല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നെസ്ഖ് എന്ന വാക്ക് മുൻഗാമികൾ ഉപയോഗിച്ചിരുന്നത് വിശാലമായ അർത്ഥത്തിലായിരുന്നതും കൊണ്ട് അവരുടെ പ്രസ്താവനകളിൽ നെസ്ഖിന്റെ ആയത്തുകൾ പലതും ഉള്ളതായി കണ്ടേക്കും. വാസ്തവത്തിൽ അവ ഇന്നറിയപ്പെടുന്ന സാങ്കേതിക അർത്ഥത്തിലുള്ള നെസ്ഖുകളിൽ ഉൾപ്പെട്ടവയല്ല എന്നതാണ്. അത് ഏതെങ്കിലും ഒരു വ്യാഖ്യാനത്തിന്റെ ഇനത്തിൽപ്പെട്ടതായിരിക്കും എന്നർത്ഥം. നെസ്ഖിന്റെ ആയത്തുകൾ പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ. പിൻകാല പണ്ഡിതന്മാർ കൽപ്പിച്ചു വരുന്ന അർത്ഥത്തിലുള്ള സാങ്കേതിക അർത്ഥത്തിലുള്ള നെസ്ഖിന്റെ അടിസ്ഥാനത്തിൽ ആയത്തുകൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ഏതെങ്കിലും ഒരു മതനിയമം നീക്കം ചെയ്ത് പകരം കൂടുതൽ ഉപയുക്തമായ മറ്റൊരു നിയമം തലസ്ഥാനത്ത് കൊണ്ടുവരിക എന്നത് ഇസ്ലാമിന്റെയോ ഖുർആന്റെയോ പോരായ്മ കൊണ്ടല്ല, അപ്രായോഗികത കൊണ്ടോ അല്ല. മറിച്ച് അതിന്റെ പ്രായോഗികതയും മനുഷ്യന്റെ പൊതു നന്മയിൽ അതിനുള്ള താല്പര്യവുമാണ് കുറിക്കുന്നത്. കാരണം മാനുഷിക വളർച്ച പൂർത്തിയായിട്ടില്ലാത്ത ഒരു കാലത്തിനനുസരിച്ച് കൊണ്ടോ ഇസ്ലാമിന്റെ മുഴുവൻ വശവും നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ ആരംഭത്തിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക പരിതസ്ഥിതികൾ പരിഗണിച്ചുകൊണ്ടോ നിയമിതമായിരുന്ന ചുരുക്കം ചില നിയമങ്ങൾ മാത്രമാണ് നെസ്ഖിന് വിധേയമായിട്ടുള്ളത്. അവക്ക് പകരം സ്ഥാപിതമായ ശാശ്വത നിയമങ്ങളാവട്ടെ പ്രായോഗികതയിലോ അനുഷ്ഠാന സൗകര്യത്തിലോ അല്ലെങ്കിൽ അവ മൂലം ലഭിക്കാനിരിക്കുന്ന പുണ്യ ഫലങ്ങളിലോ കൂടുതൽ ഗുണകരവും മെച്ചപ്പെട്ടവയുമാണ് താൻ. ഖുർആൻ വചനങ്ങളിലെന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും നെസ്ഖ് ഉണ്ടായിരിക്കും. ഇതിനെപ്പറ്റി ഇവിടെ പ്രസ്താവിക്കേണ്ടതില്ല. ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ അതിനെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഖുർആൻ വ്യാഖ്യാതാവ് അറിഞ്ഞിരിക്കേണ്ടുന്ന അത്യാവശ്യ വസ്തുക്കൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഇതാണ് മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ നെസ്ഖുമായി നൽകിയിട്ടുള്ള വിശദീകരണം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നെസ്ഖ് എന്നതും എങ്ങനെയാണ് ഖുർആനിലെ നെസ്ഖിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മനസ്സിലാക്കി വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചുമൊക്കെ നമുക്ക് വളരെ സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വിശാലമായ വലിയ വലിയ ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ഇത് കൂടുതൽ പഠിക്കണമെങ്കിൽ അതിൻ്റെതായ തലത്തിലുള്ള ഒരു കുറച്ചുകൂടി ഗഹനമായ ഒരു പഠനത്തിന് നമ്മൾ വിധേയമാക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ
നാളത്തെ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഉലൂമുകൾ അത് കൂടുതൽ മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും സാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു അറിവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ അടങ്ങിയ ധാരാളം വലിയ ഒരുപാട് വിജ്ഞാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. അത് ഓരോന്നും കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആനിൽ ഒരു ആയത്ത് കാണുകയും കേവലം ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിധി കൽപ്പിക്കുകയും ചെയ്യുന്ന വളരെ മോശമായ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹദീസ് തന്നെയാണ് ആ വിഷയത്തിലുള്ള പൂർണ്ണമായ നിയമം, അതിന്റെ അവതരണ സന്ദർഭവും ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ട സന്ദർഭവും അതിനെ സംബന്ധിച്ച് പൂർവ്വഗാമികൾ മനസ്സിലാക്കിയ രൂപവും ഒന്നും മനസ്സിലാക്കാതെ കേവലം ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹുക്മുകൾ പറയുക എന്നത് പലപ്പോഴും സൂക്ഷ്മതക്കുറവ് കാരണം അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണം പലരും പറഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലെ ആയത്തുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ആയത്ത് കണ്ടിട്ട് ആ ആയത്ത് തന്നെയാണ് ആ വിഷയത്തിലുള്ള കാര്യം എന്ന് കാര്യങ്ങളെക്കുറിച്ച് വേണ്ട വിധം മനസ്സിലാക്കാതെ പറഞ്ഞു പോകുന്ന അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഉലൂമുകൾ, അറിവുകൾ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇത്രയും കാലം എങ്ങനെയാണ് മനസ്സിലാക്കി വന്നിട്ടുള്ളത്, ആ മനസ്സിലാക്കിയ രൂപത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഏതൊരു വിഷയത്തിലും ഖുർആനിന്റെ തഫ്സീറിലാവട്ടെ ഹദീസുകളുടെ ശറഹിലാവട്ടെ അതിൽ നിന്ന് രൂപപ്പെടുന്ന ഹുക്മുകളാവട്ടെ അതൊക്കെ കൃത്യമായും എങ്ങനെയാണോ ഇതുവരെയും മനസ്സിലാക്കപ്പെട്ടു വന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ച് പണ്ഡിതന്മാരിലൂടെ അറിവുള്ള ആളുകളിലൂടെ അവരോട് ചോദിച്ച് ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം നേർക്കുനേരെ ഖുർആനിൽ ഒരു ആയത്തെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഹദീസ് എടുത്തിട്ട് ഒരു ഹുക്മ് എല്ലാവരും ഓരോരുത്തരും ഉണ്ടാക്കുക എന്നത് ശരിയല്ല. അത് യഥാർത്ഥത്തിൽ അത് വിശുദ്ധ ഖുർആനിനോടും അതുപോലെ പ്രമാണങ്ങളോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്ന തരത്തിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരികയും അല്ലാഹു ഉയർത്തിയവരുടെ ദറജ വളരെയധികം ഉയർത്തിയുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് റമദാനിന്റെ ദിനരാത്രങ്ങളിൽ കൂടുതൽ ബർക്കത്തും അതുപോലെ തന്നെ കൂടുതൽ ഖൈറും കൂടുതൽ നന്മകളും കൂടുതൽ പ്രതിഫലാർഹവുമായിട്ടുള്ള ധാരാളം അമലുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി